രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധാഷ്ടമിയാണ് ഓ രാധാഷ്ടമിയാണ് രാധാഷ്ടമിയാണ് ഓ രാധാഷ്ടമിയാണ്. നമ്മുടെ രാധാജിയുടെ ജന്മദിനമാണ് ഓ രാധാജിയുടെ ജന്മദിനമാണ്. സർവപാപങ്ങളും തീരാൻ പോകുന്നേ, സർവപുണ്യങ്ങളും വന്ന് കേറാൻ പോകുന്നേ. എന്തു വേണം എന്തു വേണം ആഗ്രഹിക്കുന്ന എന്തും കിട്ടാൻ പോകുന്നേ. രാധാഷ്ടമിയാണ് ഓ രാധാഷ്ടമിയാണ് രാധാഷ്ടമിയാണ് ഓ രാധാഷ്ടമിയാണ്. കാത്തു കാത്തിരുന്ന രാധാഷ്ടമിയാണ്. പ്രിയമുള്ളവരെ, രാധാഭക്തരെ, നിങ്ങൾ ഇതുവരെ ചെയ്ത സർവപാപങ്ങളും ഇതാ കഴുകിക്കളയാൻ പോവുകയാണ്. ഇനി നിങ്ങളൊന്നും ചെയ്യാതിരുന്നാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും ആഗ്രഹം ചിരകാലമായിട്ടുണ്ടോ? ഇതാ നടക്കാൻ പോവുകയാണ്, ഇതാ നടക്കാൻ പോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട രാധാറാണി, നമ്മുടെ പ്രിയപ്പെട്ട രാധാറാണിയുടെ ജന്മദിനം ഈ ഭൂമിയിലേക്ക് അവതരിച്ച ആ ദിവസം സെപ്റ്റംബർ 11 ബുധനാഴ്ച ദിവസമാണ്. അന്നത്തെ ദിവസം ഈ വട്ടം നമ്മൾ ആചരിക്കുന്നത് അന്നാണ്. രാധാഷ്ടമിയാണ്. ഉച്ചയ്ക്ക് 12 മണി വരെ മാത്രം വ്രതമെടുത്താൽ മതി. വ്രതങ്ങളുടെ രാജ്ഞിയാണിത്. നമുക്ക് അതിലേക്ക് തന്നെ കടക്കാം. എങ്ങനെയാണ് പൂജിക്കേണ്ടതെന്നൊക്കെ പറയാം. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ശ്രദ്ധിക്കുക. എല്ലാ തിങ്കളാഴ്ചയും നിങ്ങൾക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഭഗവാൻ ഗുരുവായൂരപ്പനും സാക്ഷാൽ രാധാറാണി അമ്മയും അനുഗ്രഹിച്ചാൽ എല്ലാ തിങ്കളും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് കിട്ടിയിരിക്കും. അത് ഓരോ ശ്ലോകം മാത്രമേ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യൂ. അപ്പോൾ ഭഗവാന്റെ വർണ്ണന മനസ്സിൽ ഉൾക്കൊണ്ട് നിങ്ങൾക്ക് ഭഗവാനെ ഭജിച്ച് നിങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാം. 2, എല്ലാ ചൊവ്വാഴ്ചയും 12 മണിയാകുമ്പോൾ രാധയുടെ പ്രണയം, രാധാറാണിയുടെ ജീവിതകഥ, ജനനം മുതൽ മരണം വരെയുള്ളത് അടുക്കിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് അടുക്കിന് 84 എപ്പിസോഡ് കഴിഞ്ഞിരിക്കുകയാണ്. പ്ലേലിസ്റ്റിൽ നിന്ന് അടുക്കിന് കിട്ടും. ഇപ്പം നിങ്ങളിത് പുതിയതായിട്ട് കണ്ടു തുടങ്ങുക. എല്ലാ ബുധനാഴ്ചയും നിങ്ങൾക്ക് കൃത്യം 12 മണിയുമ്പോൾ കൃഷ്ണൻ്റെ അവതാരമായ ബുദ്ധൻ, കൃഷ്ണൻ്റെ അവതാരമാണ് ബുദ്ധൻ. അതുകൊണ്ട് കൃഷ്ണനെ ഭജിക്കുന്നവരെല്ലാം ബുദ്ധനെ അറിഞ്ഞിരിക്കണം. ബുദ്ധനെ ഭജിക്കുന്നത് നല്ലതാണ്.
ഓം മണി പത്മേ ഹും എന്നതാണ് ബുദ്ധൻ്റെ മന്ത്രം. നിങ്ങൾ കൃഷ്ണമന്ത്രം ഓം ക്ലീം കൃഷ്ണായ ജപിക്കുന്നതോടൊപ്പം തന്നെ ഓം മണി പത്മേ ഹുമ്മും കൂടെ ജപിക്കണം. അപ്പം നിങ്ങൾക്ക് കൂടുതൽ ഫലപ്രാപ്തി കിട്ടും. കൃഷ്ണൻ്റെ കൃഷ്ണാവതാരത്തിൽ കൃഷ്ണന് പറയാൻ ബാക്കി വെച്ച കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ബുദ്ധ അവതാരം വന്നിരിക്കുന്നത്. എല്ലാ ബുധനാഴ്ചയും നിങ്ങൾക്ക് 12 മണിക്ക് ശ്രീബുദ്ധൻ്റെ കഥ നിങ്ങൾക്ക് കിട്ടും. ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയുള്ളത് ഇപ്പോൾ 2-3 എപ്പിസോഡേ ആയിട്ടുള്ളൂ. അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് എല്ലാ വ്യാഴാഴ്ചയും ഭഗവാൻ ശ്രീകൃഷ്ണനും രാധാറാണിയുടെയും ലീലകളടങ്ങിയ അഷ്ടപതിയുടെ ക്ലാസ് ഉണ്ട്. എല്ലാ വെള്ളിയാഴ്ചയും സാക്ഷാൽ ശ്രീബുദ്ധൻ നിങ്ങൾക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയുള്ള മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ധർമ്മപദം എന്ന പുസ്തകമാണ്. ഈ ലോകത്തെ ഏറ്റവും വലിയ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ അവതാരമെടുത്ത ബുദ്ധൻ എഴുതിയ ധർമ്മപദം. ധർമ്മപദത്തെ വെല്ലാൻ ഒരു ഗ്രന്ഥം ഇന്ന് വരെ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടില്ല, ഇനിയൊട്ടുണ്ടാകത്തതും ഇല്ല. കാരണം ഭഗവാൻ ശ്രീകൃഷ്ണനെ വെല്ലാൻ ആർക്കാ പറ്റുന്നത്? ആ കൃഷ്ണൻ വന്നിരിക്കുകയാണ് ബുദ്ധനായി. അതുകൊണ്ടാണ് ഞാൻ ധർമ്മപദം നിങ്ങളെ പഠിപ്പിക്കുന്നത്. പിന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ഉണ്ട്. വെള്ളിയാഴ്ച വൈകുന്നേരം അല്ലെങ്കിൽ ശനിയാഴ്ച 5 മണിയാകുമ്പോൾ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്. ജ്യോതിഷമുണ്ട്. ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം, അതെല്ലാം നിങ്ങൾക്ക് ഞാൻ പ്ലേലിസ്റ്റിനകത്ത് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പ്ലേലിസ്റ്റിൽ നിന്ന് അതെല്ലാം നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് നമ്മുടെ രാധാറാണിയുടെ ജന്മാഷ്ടമിയിലേക്ക് കിടക്കാം. അതിനു മുമ്പ് നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം രാധായൈ സ്വാഹ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ബർസാനെ വാലി രാധാറാണിക്ക് ജയ്. എൻ്റെ മാതാവ് രാധാറാണിക്ക് ജയ്. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മക്ക് ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മക്ക് ജയ്. അപ്പോൾ നമുക്ക് രാധാഷ്ടമി എന്ന വീഡിയോയിലേക്ക് നമ്മൾ കടക്കുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോളുക. എന്താണ് രാധാഷ്ടമിയുടെ പ്രാധാന്യം? 10,000 ഏകാദശി എടുക്കുന്നതിന് തുല്യമാണ് ഒരൊറ്റ രാധാഷ്ടമി എന്നെന്തുകൊണ്ടാണ് മറ്റുള്ളവർ പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ പുരാണ ഗ്രന്ഥങ്ങളിൽ പറയുന്നത്? ഏകാദശി തന്നെ പുണ്യമാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, 10,000 ഏകാദശിക്ക് തുല്യമാണ് ആരെന്ന് പറയുന്നത്? ഒരു രാധാഷ്ടമി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്രതങ്ങളുടെ രാജ്ഞിയാക്കി വെച്ചിരിക്കുന്നത് രാധാഷ്ടമിയാണ്. കാരണം നിങ്ങൾ ഏകാദശി എടുക്കുമ്പോൾ അത് കൃഷ്ണൻ മാത്രമാണ് ഗൗനിക്കുന്നത്, മറ്റാരും അതിനകത്ത് ഇടപെടുന്നില്ല. പക്ഷേ രാധാഷ്ടമി എന്ന് പറയുമ്പോൾ കൃഷ്ണൻ പോലും എടുക്കുന്ന വ്രതമാണ്. അതുകൊണ്ടാണ് അതിന് ഇത്രയും പ്രാധാന്യം. സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു വ്രതം എടുക്കുമെങ്കിൽ അത് രാധാഷ്ടമിയാണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് രാധാഷ്ടമി വ്രതം എടുക്കുന്നവർക്കെല്ലാം രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം ഒന്നിച്ചു കിട്ടും. നിങ്ങൾ ഏകാദശി എടുക്കുമ്പോൾ കൃഷ്ണൻ്റെ അനുഗ്രഹമേ കിട്ടൂ, രാധാകൃഷ്ണൻ്റെ അനുഗ്രഹം കിട്ടില്ല. അതേസമയം നിങ്ങൾ രാധാഷ്ടമിയാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് രാധാകൃഷ്ണന്മാരുടെ അനുഗ്രഹം നിശ്ചയമായിട്ടും കിട്ടിയിരിക്കും. അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. അതുകൊണ്ടാണ് വ്രതങ്ങളുടെ രാജ്ഞിയാണ് രാധാഷ്ടമി എന്ന് പറയുന്നത്. ഇനി ഒന്നും കൂടെ മനസ്സിലാക്കുക. തൻ്റെ ഭക്തര് വിശന്നിരിക്കുന്നത് രാധാറാണിക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ രാധാറാണിയുടെ വ്രതം ഒരു കാരണവശാലും 24 മണിക്കൂർ എടുക്കരുത്. കാരണം രാധാറാണി പറയുന്നത് എൻ്റെ ഭക്തർ എൻ്റെ മക്കളാണെന്നാണ് പറയുന്നത്. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരേ ഒരു ദൈവം രാധാറാണി മാത്രമാണ്. ബാക്കിയുള്ളവരൊക്കെ ഭക്തരെന്നേ വിളിക്കൂ, അത്രയേ ഉള്ളൂ. ഇവരൊക്കെ എൻ്റെ ഭക്തരാണ്. രാധാറാണിക്ക് അങ്ങനല്ല.
ഭക്തർ മുഴുവനും മക്കളാണ്. എൻ്റെ മക്കൾ വിശന്നിരിക്കുമ്പോൾ ഞാൻ എങ്ങനെ ആഹാരം കഴിക്കും? ഇതാണ് രാധാറാണിയുടെ ചോദ്യം. കണ്ടോ, എന്തൊരു കരുണാമയിയാണെന്ന് ആലോചിച്ച് നോക്കേ. അങ്ങനെ ഒരു ദൈവത്തെയൊക്കെ പ്രാർത്ഥിക്കണമെങ്കിൽ മുജ്ജന്മ പുണ്യം വേണം. അങ്ങനെ ഒരു ദേവിയുടെ വ്രതം എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ജന്മാന്തര പുണ്യം വേണം. നിങ്ങളൊക്കെ ഏകാദശി എന്നൊക്കെ പറഞ്ഞാൽ വെള്ളം പോലും കഴിക്കാതെ 24 മണിക്കൂർ ഇരുന്നു കുടലും ഒട്ടി അല്ലേ? പക്ഷെ രാധാജി പറയുന്നത്, എൻ്റെ മക്കൾ വിശന്നിരുന്നാൽ എനിക്ക് ആഹാരം കഴിക്കാൻ പറ്റില്ല. അപ്പം നിങ്ങൾ 24 മണിക്കൂർ ആഹാരം കഴിക്കാതിരുന്നാൽ ഞാനും കഴിക്കില്ല. അപ്പം രാധാറാണി നമുക്ക് പട്ടിണിക്കിടാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് രാധാറാണിയുടെ ജന്മദിനം കൃത്യം 12 മണിയാകുമ്പോൾ നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. 12 മണി വരെ നിങ്ങൾ ആഹാരം കഴിക്കരുത്, ജലം കുടിക്കാം. ഇഷ്ടം പോലെ ജലം കുടിക്കാം, കരിക്കും വെള്ളം കുടിക്കാം, യാതൊരു കുഴപ്പവുമില്ല. 12. അപ്പം നമുക്ക് ബുധനാഴ്ചയാണ് രാധാഷ്ടമി. ചൊവ്വാഴ്ച തൊട്ട് വെജിറ്റേറിയൻ ആയിരിക്കണം. ചൊവ്വാഴ്ച ദിവസം നിങ്ങൾ വെജിറ്റേറിയൻ ആയിരിക്കണം. ബുധനാഴ്ച ദിവസം 12 മണി വരെ യാതൊന്നും കഴിക്കരുത്, വെള്ളം മാത്രം കുടിക്കുക. 12 മണി ആകുമ്പോൾ നിങ്ങൾക്ക് വ്രതം മുറിഞ്ഞു കഴിഞ്ഞു. ആ വ്രതം മുറിഞ്ഞിട്ട് അതിന് ചെയ്യേണ്ടത്, ഒരു കിണ്ടിയിൽ വെള്ളമെടുത്തിട്ട് ഓം രാധായേ സ്വാഹ എന്ന് 21 തവണ ജപിച്ചിട്ട് ആ വെള്ളം കുടിച്ചു കഴിയുമ്പോൾ വ്രതം മുറിഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം നിങ്ങൾക്ക് മൃഷ്ടാന്നം ഭക്ഷണം കഴിക്കാം. വെജിറ്റേറിയൻ ആയിരിക്കണം. വെജിറ്റേറിയൻ ചോറും, അതായത് രാധാറാണിയുടെ പിറന്നാളല്ലേ, അടിപൊളി സദ്യ ഒരുക്കി വെക്ക്. അടിപൊളി സദ്യ ഒരുക്കി വെക്ക്. ജോലിക്ക് പോകുന്നവർ ഒരു ദിവസം ലീവ് എടുക്കുന്നേ, സാരമില്ലെന്നേ, ഒരു ദിവസത്തെ കാര്യം തന്നെയല്ലോ. ആ നല്ല സദ്യ ഒരുക്കി റെഡിയാക്കി വെക്കുക. ഒരു വാഴയില ഇട്ട് രാധാജിയുടെ മുമ്പിലും വെക്കുക. വ്രതം മുറിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് വേണ്ടി രാധാജി ബർത്ത്ഡേ ആയിട്ട് ഉച്ചവരെ തിന്നാതിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു വാഴയില വെച്ചിട്ട് ആ വാഴയിലയിൽ ഈ സദ്യ രാധാജിക്കും കൂടെ വിളമ്പുക. അതിനുശേഷം നിങ്ങൾ പോയിരുന്ന് മൃഷ്ടാന്നം ഭക്ഷണം കഴിച്ചു. എന്നിട്ട് ഇത് തിരിച്ചു വന്ന് വീണ്ടും ആ തീർത്ഥമാക്കിയ ജലം കുടഞ്ഞിട്ട് പുറത്തു കൊണ്ടുചെന്ന് പക്ഷി മൃഗാദികൾക്ക് വെച്ചു കൊടുക്കുക. അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇന്നത്തെ ദിവസം ശ്രദ്ധിച്ചു കേട്ടോളണം. ഞാൻ ഇതിന് കഴിഞ്ഞ വട്ടവും ഞാൻ രാധാറാണിയുടെ അഷ്ടമിക്ക്, ജന്മാഷ്ടമിക്ക് ഞാൻ വീഡിയോ ഇട്ടിരുന്നു. പക്ഷെ അവിടെ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി വളരെ സിമ്പിളായിട്ടാണ് ഞാനത് ഇട്ടിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം എന്നോട് പറഞ്ഞു, അങ്ങനല്ല സാറേ, നന്നായിട്ട്, അതായത് ശരിക്കും ബ്രാഹ്മണരെങ്ങനെയാണ് സാറേ രാധാറാണിയെ രാധാഷ്ടമിയിൽ ആചരിക്കുന്നത്, ഞങ്ങളൊരല്പം മന്ത്രങ്ങളൊക്കെ ഞങ്ങൾ പഠിച്ചോളാം, സാർ ഇടണേ എന്ന് പറഞ്ഞതനുസരിച്ച് ശരിക്കും പറഞ്ഞാൽ ബ്രാഹ്മണർ, പ്രത്യേകിച്ചും തമിഴ് ബ്രാഹ്മണർ, അവിടെ രാധാറാണി ഉണ്ടെന്ന് മനസ്സിലാക്കുക. മനസ്സിലായില്ലേ? രാധാറാണി അവർക്ക് ഭയങ്കര കാര്യമാണ്. അവർ രാധാറാണിയെ ആണ്ടാളെന്നും പറഞ്ഞ് ആരാധിക്കുന്നുണ്ട്. അത് കൂടാതെ രാധാറാണിയുടെ ബർത്ത്ഡേ അവരാഘോഷിക്കാറുണ്ടെന്നും മനസ്സിലാക്കുക. അതെങ്ങനെയാണ് ബ്രാഹ്മിൺസ് അവരുടെ ആചാരപ്രകാരം രാധാഷ്ടമി കൊണ്ടാടുന്നത്? നിങ്ങൾ അത് കൃത്യമായി ചെയ്യുക. ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സർവ പുണ്യങ്ങളും ഫലങ്ങളും ഉണ്ടാകും. ഓർമ്മിക്കുക, നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം വിചാരിച്ചുകൊണ്ട് രാധാഷ്ടമി എടുക്കുക. 101% ആ കാര്യം നടന്നിരിക്കുമെന്നതിന് സംശയമില്ല. അങ്ങനെ നടന്നില്ല എങ്കിൽ ഞാൻ എൻ്റെ മീശയും എടുത്ത് മുടിയും മൊട്ടയടിച്ച് യൂട്യൂബിൽ വന്ന് പരസ്യമായിട്ട് 1001 ഏത്തമിടാൻ തയ്യാറാണ്. അത്രയ്ക്കുറപ്പാണ് എനിക്ക്, അത്രയ്ക്കുറപ്പ്. ആ ഉറപ്പോടുകൂടി ചെയ്യണം. നിങ്ങളല്ല സംശയിച്ചല്ല ചെയ്യേണ്ടത്, ആ ഉറപ്പോടുകൂടി ചെയ്യണം. ഞാനാ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഏതെങ്കിലും ഒറ്റ കാര്യം വിചാരിച്ചുകൊണ്ട് നിങ്ങൾ രാധാറാണിയുടെ രാധാഷ്ടമി എടുത്തു നോക്കിയിട്ട് നടന്നില്ലെങ്കിൽ നിങ്ങൾ സത്യസന്ധമായി എന്നോട് പറ. ഞാൻ പറഞ്ഞല്ലോ, മീശയും എടുക്കാം, മുടിയും മൊട്ടയടിക്കാം. ഈ യൂട്യൂബിൽ വന്നുകൊണ്ട് ഞാൻ 1001 ഏത്തവും ഇട്ട് നിങ്ങളോട് ക്ഷമ ചോദിക്കാം. കാരണം അതാണ് രാധാഷ്ടമി. ആ രാധാഷ്ടമി എങ്ങനെയാണ് നമ്മൾ കൊണ്ടാടുന്നത്? ഓർമ്മിക്കുക, രാധാഷ്ടമിയുടെ തലേന്ന് നിങ്ങൾ പറ്റുമെങ്കിൽ രാധാജിക്ക് ഒരു പുതുവസ്ത്രം വാങ്ങിച്ചു വെക്കുന്നത് വളരെ നന്നായിരിക്കും. പുതുവസ്ത്രം വേണം, ചന്ദനം വാങ്ങിച്ചു വെക്കണം, അല്പം കുങ്കുമം വേണം. നമുക്ക് നല്ല കുങ്കുമം വേണം, ചന്ദനം വേണം, പിന്നെ നമുക്ക് പുകയ്ക്കാനുള്ള കുമിഞ്ചാനൊക്കെ ഉണ്ടല്ലോ, അതും വേണം, പുകയ്ക്കണം. ധൂപം വേണം.
അല്ലെങ്കിൽ കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ചന്ദനത്തിരി ആയാലും മതി, ധൂപമായിട്ട് ചന്ദനത്തിരി ആയാലും മതി. അപ്പോൾ നിങ്ങൾ ചൊവ്വാഴ്ച ദിവസം തന്നെ ചന്ദനം ശേഖരിച്ചു വെക്കുക. ചന്ദനം എവിടെയും കിട്ടുന്നില്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന കുറച്ച് ചന്ദനമായാലും മതി, ചന്ദനം വെക്കുക. കുറേ കുങ്കുമം ശേഖരിച്ചു വെക്കുക. അതേ കണക്ക് തന്നെ നമുക്ക് കുമിഞ്ചാനൊക്കെ വാങ്ങിച്ചു വെക്കുക. രാധാറാണിക്ക് ബർത്ത്ഡേ അല്ലേ, നിങ്ങളൊരു ഡ്രസ്സ് രാധാറാണിക്ക് എടുത്തു വയ്ക്കുക. പിന്നെ അതേ കണക്ക് തന്നെ ഫ്രൂട്ട്സുകളൊക്കെ എടുത്തു വയ്ക്കുക. ഫ്രൂട്ട്സുകളെല്ലാം നിങ്ങൾ ഒരുക്കി വെക്കുക. പിന്നെ രാധാറാണിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് പലഹാരം വേണമെങ്കിലും ഉണ്ടാക്കാം. ഇന്നതൊന്നൊന്നുമില്ല. ഇന്നത് നിങ്ങൾക്ക് കുഴക്കട്ട ഉണ്ടാക്കണോ, ഉണ്ടാക്കിക്കൊള്ളൂ. നിങ്ങൾക്ക് എന്താ ഇഷ്ടം അതെല്ലാം നിങ്ങൾക്ക് കടയിൽ നിന്ന് ലഡു കിട്ടും, നിങ്ങൾക്ക് ലഡു വാങ്ങിച്ചു വെക്കാം. രാധാറാണിക്ക് വേണ്ടി നിങ്ങൾ ഫ്രൂട്ട്സ് ഇതൊക്കെ ചൊവ്വാഴ്ച രാത്രി, അതായത് ബുധനാണ് രാധാഷ്ടമി എങ്കിൽ ചൊവ്വാഴ്ച രാത്രി ഒരു പാത്രത്തിനകത്ത് നമ്മൾ വിഷുവിന് കണി കാണുന്നത് പോലെ ഫ്രൂട്ട്സ്, കൈതച്ചക്ക ഇതെല്ലാം ഇങ്ങനെ ഒരുക്കി വെക്കുക. അവിടെ തന്നെ ഒരല്പം ചന്ദനം പ്രത്യേകം, കുങ്കുമം വേറെ പ്രത്യേകം, ഇത് മാറ്റി വെക്കുക. അതിൻ്റെ കൂട്ടത്തിൽ രാധാറാണിക്ക് കുപ്പിവള വേണം, നിർബന്ധമാണ്. കുപ്പിവളയുമായിട്ട് ചൊവ്വാഴ്ച ദിവസം ഒരുക്കി വെക്കുക. നമ്മൾ വിഷുക്കണി കാണുന്ന, നിങ്ങൾ വിഷുക്കണി ഒരുക്കുന്ന നിങ്ങളോട് എനിക്കൊന്നും പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. വിഷുക്കണിക്ക് നിങ്ങൾ എന്തൊക്കെ ചെയ്യും അത് മുഴുവനും നിങ്ങൾ വെക്കുക. കാരണം നമ്മൾ ബുധൻ കണി കാണുകയാണ്. അതിനുശേഷം അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ചന്ദനം വെക്കണം, കുങ്കുമം നിങ്ങൾ വെക്കണം, കുപ്പിവളകളും നിങ്ങൾ വെക്കണം. അങ്ങനെ വെച്ചതിന് ശേഷം രാവിലെ നിങ്ങൾ ഉറക്കം എഴുന്നേക്കുക. അപ്പം നിങ്ങൾ പൂജാമുറിയിലേക്ക് പോകുന്ന വഴിയൊക്കെ ക്ലീനാക്കി വെച്ചേക്കുക. ക്ലീനാക്കി വെച്ചതിന് ശേഷം നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് കതക് തപ്പി കണ്ണ് ഇങ്ങനെ ചെറുതായിട്ട് എങ്ങാനും വേണമെങ്കിൽ ഒന്ന് തുറക്കണം. അപ്പം അത് പൂർണ്ണമായിട്ടും തുറക്കരുത്. വന്ന് തപ്പി വാതിൽ തുറന്ന് നേരെ വന്ന് പൂജാമുറിയിൽ വന്ന് തുറന്ന്, ഞാനാണെങ്കിൽ പൂജാമുറി ലൈറ്റ് ഇട്ടിട്ടങ്ങ് കിടക്കും, അപ്പോൾ എളുപ്പമുണ്ട്. ആ ലൈറ്റ് ഇട്ടിട്ട് കിടന്നു കഴിഞ്ഞാൽ രാവിലെ വന്ന് തുറന്ന് കണി കാണേണ്ടത് രാധാജിയെ. ഒരു വർഷം സമ്പൂർണ്ണ ഐശ്വര്യമായിരിക്കും. അതിനുശേഷം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഭർത്താവ്, മക്കള് ആരൊക്കെയാണെന്ന് വെച്ചാൽ അവരെയൊക്കെ കണ്ണും പൊത്തി വിഷുക്കണി കാണിക്കുന്നത് പോലെ കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് രാധാറാണിയുടെ രാധാറാണിയുടെ വിഗ്രഹം കാണിക്കണം. കൊച്ചു കുട്ടികളുണ്ടെങ്കിലും മുതിർന്നവരുണ്ടെങ്കിലും അവർക്ക് ദക്ഷിണകൾ കൊടുക്കണം. എന്ന് മാത്രവുമല്ല, മാതാപിതാക്കളുണ്ടെങ്കിൽ അവരുടെ കാല് തൊട്ട് നമസ്കരിക്കണമെന്നാണ്. മാതാപിതാക്കളുടെ കാല് തൊട്ട് നമസ്കരിക്കണം. അതേ കണക്ക് തന്നെ അനുജന്മാർ അവരുടെ ചേച്ചിമാരുടെ കാല് തൊട്ട് നമസ്കരിക്കണം. ഇതൊക്കെ രാധാജിക്ക് വളരെ നിർബന്ധമുള്ള കാര്യവും വളരെയധികം ഇഷ്ടമുള്ള കാര്യവുമാണ്. അത് രാവിലെ 4 മണിക്ക് ഉണരുകയാണെങ്കിൽ വളരെ നല്ലത്. അതല്ലെങ്കിൽ 5 മണിക്ക് ഉണരുക. അതല്ല നിങ്ങൾക്ക് ഈ അസുഖങ്ങളോ അങ്ങനെയൊക്കെ നിങ്ങളെ അലട്ടുന്നവരാണെന്ന് ഇരിക്കട്ടെ, അങ്ങനെ അസുഖങ്ങളും മറ്റും കൊണ്ട് അലട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി, 5:30 മറ്റോ എഴുന്നേൽക്കുക. നോർമലി നമ്മൾ 4 മണിക്കാണ് എഴുന്നേൽക്കേണ്ടത്. അങ്ങനെ എഴുന്നേറ്റ് വന്ന് രാധാജിയെ കണി കാണുക. കണി കണ്ടതിന് ശേഷം പോയി പല്ല് തേച്ച് കുളിച്ച് വൃത്തിയാവുക. കുളിച്ചതിന് ശേഷം മാത്രമേ അടുക്കളയിൽ കയറാവൂ. കുളിക്കാതെ ഒരു കാരണവശാലും നിങ്ങൾ അടുക്കളയിലേക്ക് അന്നത്തെ ദിവസം കയറരുത്. അങ്ങനെ കുളിച്ചതിന് ശേഷം നിങ്ങൾ ആദ്യം പോയി അടുക്കളയിൽ കയറരുത്. കുളിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നേരെ വന്ന് രാധാജിക്ക് നമ്മൾ വിളക്ക് കത്തിക്കണം. രാധാജിക്ക് വിളക്ക് കത്തിച്ചതിന് ശേഷം ഞാൻ പറയുന്ന രീതിയിൽ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ഇത് മന്ത്രമല്ല, നിങ്ങൾ രാധാജിയോട് ഇങ്ങനെ പറയണം. ഇത് നിങ്ങൾ എഴുതിയെടുത്തോളണം. അതുകൊണ്ട് ഞാൻ നിർത്തി പറയാം. വെളുത്ത ചെമ്പകപ്പൂ നിറമുള്ള, എന്നിട്ട് കോമ ഇടണം, കോടി ചന്ദ്ര പ്രഭയുള്ള മുല്ലമാലയാൽ വിഭൂഷിതമായ ചിഗുരഭാരമുള്ള, ചിഗുരം മുടിയെന്നാണ് അർത്ഥം, ചിഗുര ചക്കയുടെ ചായിട്ട് വള്ളി, കുമാരൻ്റെ പൂ, രവീണര, ചിഗുര ഭാരമുള്ള അഗ്നി ശുദ്ധ വസ്ത്രധാരിയായ രത്നാഭരണ വിഭൂഷിതയായ
പ്രസന്ന വദനയായ ഭക്ത അനുഗ്രഹ പ്രിയയായ ബ്രഹ്മസ്വരൂപയായ മനോഹാരിണിയായ കൃഷ്ണപ്രിയയായ കൃഷ്ണൻ്റെ വക്ഷസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്ന പ്രാണപ്രിയ ആയ കൃഷ്ണനാൽ സ്തുതിക്കപ്പെടുന്ന കൃഷ്ണകാന്തയായ ശാന്തയായ സർവപ്രദായിനിയായ സതിയായ നിർലിപ്തയായ നളന്തയുടെ നായിട്ട് വള്ളി ഇർ ല വള്ളി പ ചന്ദ്രക്കല തക്കാളിയുടെ ത നിർലിപ്തയായ നിർഗുണയായ നിത്യസത്യമായ ശുദ്ധയായ സനാതിനിയായ ഗോലോകവാസിനിയായ ഗോപികയായ ബ്രഹ്മവിധാത്രിയായ വന്ധ്യയായ വാ നളന്തയുടെ നന്ദിയുടെ ഇന്തായിട്ട് അടിയിൽ കൂടെ വള്ളി വന്ധ്യയായ വൃന്ദാവന വിനോദിനിയായ തുളസിയുടെ ആരാധ്യ ദേവിയായ ഗംഗ അർച്ചന ചെയ്യുന്ന പാദാംബുജ ബാബുവിൻ്റെ ബായിട്ട് ജലജേടജ പാദാംബുജ ധാരിണിയായ സർവസിദ്ധിപ്രദയായ സിദ്ധയായ സിദ്ധേശിയായ അധ്യാപകന്റെ ഇദ്ദേഹമാണ് ഇവിടെയൊക്കെ സിദ്ധേശിയായ സിദ്ധയോഗിനിയായ യജ്ഞത്തിൻ്റെ ആധാരമായ യജ്ഞ മഹാത്മാവിന് വരം നൽകുന്ന സജ്ജനങ്ങൾക്ക് സകല സമ്പത്തും ദാനം ചെയ്യുന്ന പ്രിയപ്പെട്ട ഗോപകുമാരാൽ വെഞ്ചാമരം വീശുന്ന ഗോപകുമാരാൽ, കുമാരിമാരെന്നല്ല, ഗോപകുമാരാൽ, മനസ്സിലേ, കുമാരായിൽ, ഗോപികമാരെന്നല്ല, ഗോപകുമാരാൽ വെഞ്ചാമരം വീശപ്പെടുന്ന രത്നസിംഹാസനത്തിൽ ഉപവിഷ്ടയായ രക്തദർപ്പണമേന്തിയ കൃഷ്ണപ്രിയ എന്ന രാധാദേവിയെ ഞാൻ ഭജിക്കുന്നു. അപ്പോൾ വിളക്ക് കത്തിച്ചതിന് ശേഷം ഇങ്ങനെ പറഞ്ഞിട്ട് പറയണം, രാധാദേവിയെ ഞാൻ നമിക്കുന്നു. അമ്മേ, അമ്മയ്ക്കെൻ്റെ കോടി 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 നമസ്കാരം. ഇങ്ങനെയാണ് പറയേണ്ടത്. ഇങ്ങനെ രാധാറാണിയെ ആദ്യം രാധാറാണിയുടെ ഗുണഗണങ്ങൾ വെച്ച് വാഴ്ത്തണം. രാധാറാണിയുടെ ഗുണഗണങ്ങൾ വെച്ച് വാഴ്ത്തണം. അങ്ങനെ നമ്മൾ ഭജിക്കുന്നു എന്ന് പറയണം. കോടി കോടി നമസ്കാരവും പറയണം. അത്രയും പറഞ്ഞതിന് ശേഷം രാധാറാണിയുടെ ശിരസിൽ പുഷ്പങ്ങൾ ഇട്ട് കൊടുക്കണം. വെളുത്ത പുഷ്പമാണ് നല്ലത്, മുല്ലപ്പൂമാലയൊക്കെയാണ് നല്ലത്. അപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ അല്പം പൂവെടുത്ത് വെച്ചിട്ട് വേണം, ആ പൂക്കളോട് കൂടി തൊഴുതുകൊണ്ട് വേണം പ്രാർത്ഥിക്കാൻ. പൂക്കൾ കയ്യിൽ വെച്ച് ഇങ്ങനെ നെഞ്ചത്തോട്ട് കൈ കൂപ്പിയിട്ട് വേണം നിങ്ങൾ പ്രാർത്ഥിക്കാൻ. എപ്പോഴും നെഞ്ചത്തിങ്ങനെ താമരയുടെ ആകൃതിയിലാണ് കൈ കൂപ്പേണ്ടത്. അങ്ങനെ കൂപ്പി പ്രാർത്ഥിച്ചതിന് ശേഷം രാധാറാണിയുടെ ശിരസിലേക്ക് ഈ പൂക്കൾ ഇട്ട് കൊടുക്കണം. ഇനി ഞാൻ പറയുന്ന മന്ത്രം ജപിക്കണം. പേടിക്കണ്ട, ഈ മന്ത്രം ഞാൻ എഴുതി ഏറ്റവും അവസാനം ഒരു വീഡിയോ ആയി കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ മന്ത്രങ്ങൾ ആ വീഡിയോ നോക്കി എഴുതിയെടുക്കാം. ആ വീഡിയോ വരുമ്പോൾ കൈകൊണ്ടൊരു കുത്തു കൊടുത്താൽ മതി, അപ്പോൾ അതങ്ങ് നിൽക്കും. അപ്പം നിങ്ങൾക്ക് എഴുതിയെടുക്കാം. ആവശ്യമുള്ള വരി കരിഞ്ഞതിന് ശേഷം ഒരു കുത്തു കൊടുക്കുമ്പോൾ അതങ്ങ് ഓടിപ്പോകും. അപ്പം നിങ്ങൾ ഇനി ജപിക്കേണ്ട മന്ത്രം ഇതാണ്:
നാരായണി മഹാമായേ വിഷ്ണുമായേ സനാതനേ പ്രാണാദിദേവി കൃഷ്ണസ്യ മാമുദ്ധര പവാർണവാത് സംസാരസാഗരേ ഘോരേ ഭീതം മാരശരണാഗതം പ്രപന്നം പതിതം മാധർമാമുദ്ധരഹരപ്രിയേ അസംഖ്യയോനി ഭ്രമണാദജ്ഞാനാന്തതമോവന്നിധം ജ്വലദ്ഭിർജ്ഞാനദീപൈശ്ച മാം സുവർമ്മ പ്രദർശയ സർവേഭ്യോ അഭി വിനിർമുക്താൻ കുരു രാധേ സുരേശ്വരി മാം ഭക്തമനുരക്തം ചകാദരം തമധാടനാത് തത്വപാദപത്മയുഗലേ പത്മാലയാർച്ചിതേ ദേഹി മഹ്യം പരാം ഭക്തിം കൃഷ്ണേ ന പരിസേവിതേ സ്നിഗ്ധദൂർഘാംബുരേ ശുക്ലപുഷ്പേ കുസുമചന്ദനൈ കൃഷ്ണദത്താർഘ്യശോഭാഢ്യേ ഭക്തിമാദ്വീകസങ്കുലേ ആസനം ഭാസദുത്തുംഗമമൂല്യം രത്നനിർമ്മിതം മയാ നിവേദിതം ഭക്ത്യാ ഗ്രഹാണ പരമേശ്വരീ. ഇങ്ങനാണ് ഈ മന്ത്രം ജപിക്കണം. ഇത് ഞാൻ തരുന്ന വീഡിയോ നോക്കി എഴുതിയെടുക്കുക. എഴുതിയെടുത്തിട്ട് കയ്യിൽ ഒരു പേപ്പർ നിങ്ങൾ വെക്കുക. വെച്ചിട്ട് ഇങ്ങനെ ഈണവും താളവും ഒന്നും വേണ്ട. രാധാറാണി ഈണവും താളവും ഒന്നുമല്ല നോക്കുന്നത്. രാധാറാണി നോക്കുന്നത് നിങ്ങളുടെ ഭക്തിയാണ് നോക്കുന്നത്. അതുകൊണ്ട് അങ്ങനത്തെ ഭയങ്ങളൊന്നും വേണ്ട. ഒരു പേപ്പറിൽ എഴുതി കൈ വെച്ചതിന് ശേഷം ആ കയ്യിൽ നോക്കി ഒരു കൈയെടുത്ത് നെഞ്ചത്ത് വെച്ചുകൊണ്ട് തൊഴുതാൽ മതി. ഇനി നമുക്ക് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ രാധാജിക്ക് നമുക്ക് ജലം കൊടുക്കണം. അതിന് ഞാൻ പറയുന്ന മന്ത്രം ജപിച്ചിട്ട് ആ ജലമെടുത്ത് രാധാജിയുടെ പാദങ്ങളിൽ തളിക്കണം. അപ്പോൾ ഈ മന്ത്രം ഇപ്പം കേൾക്കുക. അവസാനം വീഡിയോയിൽ മന്ത്രം ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ മന്ത്രം ഇങ്ങനെയാണ് ജപിക്കേണ്ടത്. ഒരു കിണ്ടിക്കകത്ത് വെള്ളം എടുക്കുക. അതിലേക്ക് വലത് കൈയുടെ മോതിര വിരൽ വെച്ചതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ പറയുക: നാനാ തീർത്ഥോദ്ഭവം പുണ്യം ശീതളം ച സുനിർമ്മലം മയാ നിവേദിതം ഭക്ത്യാ പാദ്യം ച പ്രതിഗ്രഹ്യതാ. അങ്ങനെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? രാധാജിയുടെ പാദങ്ങളിലേക്ക് ഈ ജലം എന്ത് ചെയ്യണം? തളിക്കണം. ഇനി നമ്മൾ ഈ ജലത്തിൽ അല്പം അരി ഇടുക. അല്ല, നിങ്ങൾക്ക് 2 കിണ്ടി ഉണ്ടെങ്കിൽ വേറൊരു കിണ്ടി എടുക്കുക. ഇല്ലെങ്കിൽ ഇതിനകത്ത് അല്പം അരി ഇടണം, വെളുത്ത പുഷ്പം ഇടണം, അല്പം കുങ്കുമം ഇടണം, എന്നിട്ട് ചന്ദനം ഇടണം, എന്നിട്ട് അതൊന്ന് കറക്കണം. കറുകപ്പുല്ല് കിട്ടുമെങ്കിൽ ഇട്ടാൽ ഉത്തമം, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കറുകപ്പുല്ല് കിട്ടും. നമ്മൾ ഗണപതി അമ്പലങ്ങളിലൊക്കെ തലേന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കറുകപ്പുല്ല് കിട്ടും. കറുകപ്പുല്ല് കിട്ടുമെങ്കിൽ അത് ഇടുക. ഇട്ടിട്ട് മനസ്സിലല്ലേ, കറുകപ്പുല്ലുമായിട്ട് അതൊന്ന് കറക്കുക. അപ്പോൾ നമ്മൾ പുതിയ കിണ്ടി ഉണ്ടെങ്കിൽ അതിലെടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ മറ്റേ കിണ്ടിക്കകത്ത് വെള്ളം എടുത്തിട്ട് അല്പം അരി എടുക്കുക, വെളുത്ത പുഷ്പം എടുക്കുക, കുങ്കുമം എടുക്കുക, ചന്ദനം എടുക്കുക. ഇവ കലർത്തുക. കറുകപ്പുല്ലും കൂടെ ഇടുക. ആ കറുകപ്പുല്ലും കൂടി ഇട്ടിട്ട് ഞാൻ പറയുന്ന ഈ മന്ത്രം ഇത് ബാക്കി കൊടുത്തിട്ടുണ്ട്. സ്നിഗ്ധ ദൂർവാക്ഷിതം ശുക്ല പുഷ്പ കുങ്കുമ ചന്ദനം തീർത്ഥതോയാന്വിതം ദേവി ഗ്രഹാണാർഘ്യം സുരേശ്വരി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിനുശേഷം നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ഈ വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യണം? ദേവിയുടെ പാദങ്ങളിലേക്ക് ഈ വെള്ളം സമർപ്പിക്കുക. ഇനി നമുക്ക് ദേവിയുടെ പാദങ്ങളിൽ പുതിയ വസ്ത്രം സമർപ്പിക്കണം. നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വെച്ചിരിക്കുന്ന പുതിയ വസ്ത്രം ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിക്കണം. അതിന് അടുത്ത മന്ത്രമുണ്ട്, അത് ഞാൻ പറയാം. ആ മന്ത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ആ മന്ത്രം ഇതാണ്: വഗ്നി ശുദ്ധം വസ്ത്രയുഗ്മം അമൂല്യമതുലം പരം മയാം നിവേദിതം ഭക്ത്യാഗ്രഹാണ ജഗദംബികേ എന്ന് പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം? നിങ്ങൾ ഈ വസ്ത്രമെടുത്ത് അമ്മയുടെ പാദങ്ങളിൽ വെക്കണം. അതിനുശേഷം നിങ്ങൾ വെളുത്ത പുഷ്പവും ചന്ദനവും എടുത്ത് ദേവിക്ക് കൊടുക്കണം.
നല്ലതുപോലെ പിടികിട്ടിയല്ലേ? ഈ മന്ത്രം ചൊല്ലി തീർന്ന് കഴിയുമ്പോൾ നിങ്ങൾ വസ്ത്രമെടുത്ത് ദേവിയുടെ പാദങ്ങളിൽ വയ്ക്കുക. പാദങ്ങളിൽ വെച്ചതിന് ശേഷം ആ വസ്ത്രത്തിൻ്റെ പുറത്ത് വേണമെങ്കിലും വെക്കാം. ആ വസ്ത്രത്തിൻ്റെ പുറത്ത് വെളുത്ത പുഷ്പം എടുത്ത് വെക്കാം, അല്ലെങ്കിൽ തട്ടത്തിൽ നിങ്ങളുടെ ഇഷ്ടം ചന്ദനവും ദേവിക്ക് വേണ്ടി വെക്കാം. അതിനുശേഷം ഞാൻ പറയുന്ന മന്ത്രം ചൊല്ലണം. എന്താണ്? ശുക്ലപുഷ്പ സമൂഹം ച സുഗന്ധി ചന്ദനാന്വിതം മയാ നിവേദിതോ ഭക്ത്യാ ധൂപോ അയം പ്രതിഗ്രഹതാം. അതായത് നിങ്ങൾ ആ വെളുത്ത പൂവും ചന്ദനവും ഒക്കെ എടുത്ത് വെച്ചതിന് ശേഷം കുമിഞ്ചാൻ പുകയ്ക്കണം. ആ കുമിഞ്ചാൻ ഇങ്ങനെ എടുത്തിട്ട്, അത് കിട്ടാത്തവർ പിന്നെ നമ്മുടെ ചന്ദനത്തിരി ആയാലും മതി, ആ കുമിഞ്ചാൻ ഇങ്ങനെ പുകച്ചുകൊണ്ട് വേണം ഈ മന്ത്രം പറയാൻ. എങ്ങനെയാണ് പറയേണ്ടത്? ഇപ്പോൾ ഒരു കയ്യിൽ കുമിഞ്ചാൻ വെച്ചിട്ട് ഒരു കയ്യിൽ നിങ്ങൾ മന്ത്രം എഴുതിയ പേപ്പർ വെച്ചിട്ട് ശുക്ലപുഷ്പ സമൂഹം ച സുഗന്ധി ചന്ദനാന്വിതം മയാ നിവേദിതോ ഭക്ത്യ ധൂപോ അയം പ്രതിഗ്രഹ്യതാം എന്ന് പറഞ്ഞതിന് ശേഷം ഈ കുന്തിരിക്കം എന്ത് ചെയ്യണം? നമ്മളിങ്ങനെ പുകയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അല്ല, അയ്യോ, ഇവിടെ ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. എന്താ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ അടുത്ത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഏതാ വെക്കേണ്ടത്? വസ്ത്രം വെക്കണം. അങ്ങനെ വസ്ത്രം വെച്ച് കഴിഞ്ഞതിന് ശേഷം ഈ മന്ത്രം പറഞ്ഞിട്ട് അതിനകത്തേക്ക് വേണം ആ വസ്ത്രത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ അടുത്തോ നമ്മൾ എന്ത് കൊടുക്കണം? വെളുത്ത പുഷ്പവും ചന്ദനവും ദേവിക്ക് നൽകണം. അപ്പോൾ വെളുത്ത പുഷ്പവും ചന്ദനവും ദേവിക്ക് വേണ്ടി നൽകേണ്ടുന്ന മന്ത്രമാണ് ശുക്ലപുഷ്പ സമൂഹം ച സുഗന്ധി ചന്ദനാന്വിതം. കണ്ടോ? ശുക്ലപുഷ്പം വെളുത്ത പൂവ്, ചന്ദനാന്വിതം മയാ നിവേദിതോ ഭക്ത്യാ ധൂപോ അയം പ്രതിഗ്രാഹ്യതാം. ഈ മന്ത്രം ചൊല്ല. ധൂപോ കിടന്നതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കുന്തിരിക്കുവാണെന്ന് കരുതി പറഞ്ഞതാണ് ധൂപോ വന്നപ്പോൾ. എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് മനസ്സിലായില്ല. ദേവിക്ക് വസ്ത്രം വയ്ക്കുന്ന മന്ത്രം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. വസ്ത്രം വെച്ചതിന് ശേഷം ദേവിയുടെ പാദങ്ങളിൽ വസ്ത്രം വെച്ചതിന് ശേഷം നിങ്ങൾ വെളുത്ത പുഷ്പവും ചന്ദനവും എടുത്ത് കയ്യിൽ വെക്കുക. കയ്യിൽ വെച്ചതിന് ശേഷം ശുക്ലപുഷ്പ സമൂഹം ച സുഗന്ധി ചന്ദനാന്വിതം മയാ നിവേദിതോ ഭക്ത്യാ ധൂപോ അയം പ്രതിഗ്രഹ്യതാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒന്നുകിൽ ഒരു പ്രത്യേകമായിട്ടൊരു തട്ടം വെച്ചിരിക്കുന്നതിൻ്റെ പുറത്തോ അല്ലെങ്കിൽ ആ വസ്ത്രത്തിൻ്റെ പുറത്തോ ഒരു വെറ്റിലേങ്ങാണ് ഇട്ടിട്ട് അതിൻ്റെ പുറത്ത് അഴുക്കാകാതിരിക്കാൻ അതിൻ്റെ പുറത്തോ നിങ്ങൾ ഈ വെളുത്ത പുഷ്പവും ചന്ദനവും വെക്കണം. ഇനിയാണ് നമുക്ക് കുന്തിരിക്കം പുകയ്ക്കേണ്ടത്. അത് അറിയാതെ ഞാൻ നേരത്തതിൽ പറഞ്ഞു പോയതേ ഉള്ളൂ. അങ്ങനെ അബദ്ധം പറ്റിക്കൊണ്ട് ഇനി കൺഫ്യൂഷനൊന്നും ഇല്ലല്ലോ? നിങ്ങൾക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ലല്ലോ അല്ലേ? അതായത് നമുക്കറിയാം ദേവിയുടെ വസ്ത്രം സമർപ്പിക്കുന്ന മന്ത്രം. വസ്ത്രമെടുത്ത് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് വഗ്നിശുദ്ധം വസ്ത്രയുഗ്മം എന്ന മന്ത്രം ചൊല്ലുക. ചൊല്ലിയിട്ട് ദേവിയുടെ പാദങ്ങളിൽ വെക്കുക. വസ്ത്രം പാദങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ വെള്ള പുഷ്പവും ചന്ദനവും എടുത്ത് കയ്യിൽ വെക്കുക. ആ ചന്ദനവും എടുത്ത് കയ്യിൽ വെച്ചിട്ട് ശുക്ലപുഷ്പ സമൂഹം ച സുഗന്ധി ചന്ദന അന്വിതം എന്ന മന്ത്രം ചൊല്ലിയിട്ട് അത് സമർപ്പിക്കുക. ഇനിയാണ് നമുക്ക് ധൂപം. ഒന്നുകിൽ കുന്തിരിക്കമിട്ട് പുകയ്ക്കുക, അതല്ല എന്നുണ്ടെങ്കിൽ ചന്ദനത്തിരി കത്തിക്കുക. അപ്പോൾ അല്പം കുന്തിരിക്കം നമ്മളിട്ട് പുകയ്ക്കണം. ആ പുകയ്ക്കുന്ന ആ പുകയുടെ ആ ഇതുണ്ടല്ലോ തട്ടിച്ചട്ടി, അതെടുത്ത് നമ്മളിങ്ങനെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ പറയണം വനസ്പതി രസോ ദിവ്യോ ഗന്ധവസ്തു അഭിരന്വിതാമയാം നിവേദിതോ ഭക്ത്യാ ധൂപോ അയം പ്രതിഗ്രഹ്യതാം. മന്ത്രം മനസ്സിലായില്ലേ? വനസ്പതി രസോ ദിവ്യോ ഗന്ധവസ്തുഭിരന്വിത മയാ നിവേദിതോ ഭക്ത്യാ ധൂപോ അയം പ്രതിഗ്രഹ്യതാം. ഈ മന്ത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത്രയും പറഞ്ഞതിന് ശേഷം ആ പുക ഇങ്ങനെ ഒന്ന് നിങ്ങൾ വെച്ചിരിക്കുന്ന വിഗ്രഹത്തിൻ്റെ ചുറ്റും ആ പുക ഇങ്ങനെ കാണിക്കുക. ആ പുക കൊണ്ട് നമ്മൾ അവിടെ പരിശുദ്ധമാകുന്നു. രാധാറാണിക്ക് ധൂപം സമർപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇനി നമ്മൾ ഒരു തട്ടിനകത്ത് തിരി കത്തിച്ചെടുക്കുക. നമ്മൾ തിരി കത്തിച്ച് ഒഴിയുന്ന ഇതുണ്ടല്ലോ, അതിനകത്തൊരു ദീപം തെളിക്കുകയാണ്. ആ കൊച്ചു ഒരു ഇതിനകത്തേക്ക് നമ്മൾ തിരി കത്തിച്ച് വെക്കുക. തിരി കത്തിച്ച് നമ്മൾ ഒരു കൊച്ചിതിങ്ങനെ ഉണ്ടല്ലോ ഇങ്ങനെ ഒഴിയുന്ന ആ തിരി കത്തിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ദേവിക്ക് നമ്മളൊരു ദീപം ഒഴിയാൻ പോവുകയാണ്. അപ്പം അത് നിങ്ങൾക്ക് എങ്ങനെയും ആകാം. ചിലതുണ്ട് നമ്മളെ ഒരു വിളക്കിനകത്ത് 5 ഉം 6 ഉം തിരി കുത്തി വെക്കാവുന്നതുണ്ട്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ കുത്തി വെച്ചിട്ട് ആ വിളക്ക് കത്തിച്ചിട്ട് നമുക്കില്ല ആരതി ഒഴിയുന്നത് പോലെ ഇങ്ങനെ ആക്കുക. ആരതി നമ്മൾ ലാസ്റ്റ് ഒഴിയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലായില്ലേ? ഒന്നുകിൽ ഒരു തിരി വെക്കാൻ പറ്റുന്ന
ഒരിക്കൽ ഒരു നീളമുള്ളൊരെണ്ണം ഉണ്ട്, അതിനകത്ത് വെച്ചിട്ടൊഴിയുക. അതല്ല എന്നുണ്ടെങ്കിൽ ഒരെണ്ണത്തിൽ തന്നെ കുറേ ദ്വാരമുണ്ട്, 5ഉം 6ഉം തിരി വെക്കാം. അത് വെച്ചിട്ട് അത് കത്തിച്ചിട്ട് ഇങ്ങനെ പറയണം: അന്ധകാര ഭയംസി ഭയധ്വംസി, അന്ധകാര ഭയധ്വംസി മാംഗല്യോ വിശ്വപാവന മയാ നിവേദിതോ ഭക്ത്യോ ദീപോ അയം പ്രതിഗ്രഹ്യതാം. അങ്ങനെ പറഞ്ഞിട്ട് ആ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ ഈ ദീപം ഇങ്ങനെ കറക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങൾ ഒരു പേപ്പറിനകത്ത് ഇത് എഴുതി ഇടത് കയ്യിൽ പിടിക്കുക. അത് നോക്കി വായിച്ചുകൊണ്ട് ദേവിക്ക് ഇങ്ങനെ ദീപസമർപ്പണമാണ്, അത് നടക്കണം. ഇനി വളരെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്കാണ് പോകാൻ പോകുന്നത്. അതായത് ദേവിക്ക് ആഹാരം കൊടുക്കാൻ പോവുകയാണ്, നൈവേദ്യം കൊടുക്കാൻ പോവുകയാണ് ദേവിക്ക്. അതിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഹാരം ഉണ്ടാക്കി വെക്കാൻ. രാവിലെ ഇന്നത് വേണമെന്നൊന്നുമില്ല. അവില് വേണോ, കുഴക്കട്ട വേണോ, എന്താ നിങ്ങളുടെ ദേവിക്ക് വേണ്ടി ലഡു, മധുര പലഹാരങ്ങൾ. അപ്പം മധുര പലഹാരങ്ങളൊക്കെ വെക്കാം, അവില് വെക്കാം. മധുരം വേണമെന്നുള്ളതേ ഉള്ളൂ. പിന്നെ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വസ്തുക്കൾ ദേവിക്ക് ആഹാരം കൊടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മൾ ആഹാരം കൊടുക്കുന്നത് എങ്ങനെയാണ്? ഒരു കൈ കൊണ്ട് ഇങ്ങനെ നെഞ്ചത്ത് വെച്ചതിന് ശേഷം നമ്മുടെ വലത് കൈ ആ ആഹാരത്തിലേക്ക് തൊടുക. അതിന് നമുക്ക് മുദ്രകളൊക്കെ ഉണ്ട്. പക്ഷെ നിങ്ങളിപ്പം ആ മുദ്രയുടെ ഇതിലൊന്നും നമ്മൾ വരേണ്ട കാര്യമില്ല. ഇപ്പോൾ ഒന്നാമത്തെ മന്ത്രത്തിനാണെങ്കിൽ യഥാർത്ഥ മുദ്ര എന്ന് പറയുന്നത് ചെറുവിരലും മോതിരവിരലും കൂടെ വെച്ചിട്ട് ഇങ്ങനെ തള്ളവിരൽ ഇങ്ങനെ ഓടിച്ചതുകൊണ്ടാണ് ഓം പ്രാണായ സ്വാഹ ഇങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ നിങ്ങൾ മുദ്രയൊന്നും വേണ്ട. ദേവി നോക്കുന്നത് നിങ്ങളുടെ മുദ്രയൊന്നുമല്ല, നിങ്ങളുടെ ഭക്തി. ഇത് ദേവി തിന്നണേ എന്ന ആഗ്രഹത്തിൽ കൊടുക്കുന്നു. നമ്മൾ പണ്ട് വായിച്ചിട്ടില്ലേ ഗുരുവായൂർ അമ്പലത്തിലെ കഥ? ഗുരുവായൂർ അമ്പലത്തിലെ പൂജാരി എത്ര ഭക്തിയോടുകൂടി നിവേദ്യം കൊടുക്കുന്നുണ്ട്, അതവിടെ വെക്കും. പക്ഷെ തിരുമേനിയുടെ മോൻ വന്ന് പൂജയ്ക്കിരുന്നപ്പോഴോ ഒരു ദിവസം കൊച്ചുകുട്ടി അവൻ പറഞ്ഞത് കഴിക്കണേ കഴിക്കണേ, അയ്യോ ഇത് കഴിച്ചില്ലെങ്കിൽ എന്നെ അടിക്കുമല്ലോ. ഒരു മുദ്രയും കാണിച്ചില്ല, ഒന്നും കാണിച്ചില്ല. ഭഗവാൻ വന്ന് നിന്നിട്ടങ്ങ് പോയി. മുദ്ര കാണിച്ചിട്ട് വന്നില്ല. അപ്പം എന്താണ്? നിങ്ങളുടെ തീവ്രമായ ആഗ്രഹമാണ് ഇത്. നിങ്ങൾ തൽക്കാലം ഇങ്ങനെ ചെയ്യുക. നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ആഹാര സാധനം അപ്പോൾ ഒരു കൈ എടുത്ത് ഇങ്ങനെ നെഞ്ചത്ത് വെക്കുക. എന്നിട്ട് ഒരു കൈ നിങ്ങൾ എന്ത് ചെയ്യുക? അതിലേക്ക് തൊടുക. നോർമലി ആദ്യത്തെ മന്ത്രത്തിന് ഇങ്ങനെ തൊടുന്നത്, പക്ഷെ എൻ്റെ ആവശ്യമൊന്നുമില്ല. തൊട്ടിട്ട് ദണ്ട ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് തൊട്ടിട്ട് ഓം പ്രാണായ സ്വാഹ. എന്നിട്ട് ഈ ആഹാരം ഇങ്ങനെ രാധാദേവിയുടെ ചുണ്ടിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോവുക. അപ്പോൾ ഈ ആഹാരത്തിൽ അടങ്ങിയിരിക്കുന്ന രസം രാധാദേവി കഴിച്ചുകൊള്ളൂ എന്നാണ് അർത്ഥം. അപ്പം നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ഈ വിരൽ ആഹാരത്തിൽ തൊടുക. തൊട്ടിട്ട് പറയുക ഓം പ്രാണായ സ്വാഹ. അത് പറഞ്ഞു തീർന്നു കഴിയുമ്പോൾ ആ വിരൽ കൊണ്ടുവന്ന് രാധാറാണിയുടെ ചുണ്ടിലേക്കാക്കുക. അടുത്തത് ഓം അപാനായ സ്വാഹ. അതിങ്ങനെ ആദ്യത്തെ 3 വിരലാണ് മുദ്ര. പക്ഷെ മുദ്രയ്ക്കൊന്നും വേണ്ട. നിങ്ങൾ വെറുതെ ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ രാധാദേവിയുടെ അടുക്കലേക്ക്. പക്ഷെ നിങ്ങളുടെ ഹൃദയത്തിൽ, മുദ്രയല്ല പ്രശ്നം, നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് രാധാറാണി കഴിക്കണം കഴിക്കണം എന്ന് നെഞ്ചുപൊട്ടി പറഞ്ഞുകൊണ്ട് ഇത് കൊടുക്കുന്നതാണ് ഉത്തമം. അങ്ങനെ കൊടുത്താൽ ഒരു മന്ത്രവും വേണ്ട, പ്രാണായ സാഗയും വേണ്ട, അപാനായ സ്വാഗയും വേണ്ട, ഒന്നും വേണ്ട. വെറുതെ നിങ്ങളൊക്കെ ഒരു കൊച്ചുകുട്ടി കൈ കൊണ്ടെടുത്ത് രാധാറാണി അമ്മേ ഇത് കഴിക്കണേ അമ്മേ, ഇത് കഴിക്കണേ അമ്മേ എന്ന് പറഞ്ഞാൽ കഴിക്കും. നിങ്ങൾ കൊടുക്കുന്ന ഭക്തിയുടെ തീവ്രതയ്ക്കാണ് പ്രാധാന്യം, അല്ലാതെ മന്ത്രജപങ്ങൾക്കല്ല. ഈ മന്ത്രം നമുക്ക് അത്രയ്ക്ക് ഭക്തിയോടുകൂടി കൊടുത്താൽ ഇരട്ടി ഫലം കിട്ടും. അപ്പം നിങ്ങൾ ആദ്യം പറയേണ്ട മന്ത്രം ആഹാരം കൊടുക്കുമ്പം ഓം പ്രാണായ സ്വാഹ. ഇതെല്ലാം ഞാൻ ബാക്കി കൊടുത്തിട്ടുണ്ട്. ഓം അപാനായ സ്വാഹ, ഓം വ്യാനായ സ്വാഹ. അപ്പോൾ വ്യാനായ സ്വാഹ എന്ന് പറഞ്ഞിട്ട് ഇതേ കണക്ക് രാധാറാണിയുടെ ചുണ്ടിലേക്ക് കൊണ്ടുവരണം. ഓം ഉദാനായ സ്വാഹ, ഓം സമാനായ സ്വാഹ, ഓം ബ്രഹ്മണേ സ്വാഹ. ഇതാണ് നമ്മൾ ദേവിക്ക് ആഹാരം കൊടുക്കുന്ന മന്ത്രം. ദേവിക്കെന്നല്ല, അമ്പലങ്ങളിലെല്ലാം, എല്ലാ അമ്പലങ്ങളിലും ഭഗവാന് നൈവേദ്യം കൊടുക്കുന്ന മന്ത്രമാണിത്. അപ്പോൾ മനസ്സിലായല്ലോ? ആഹാരത്തിൽ ഇങ്ങനെ തൊടുക, ആ വിരൽ കൊണ്ടുവന്ന് രാധാറാണിയുടെ ചുണ്ടിലേക്ക് ഇങ്ങനെ കാണിക്കുക. അതിൻ്റെ രസം എടുത്തോളും. മന്ത്രം ഇതാണ്: ഓം പ്രാണായ സ്വാഹ, ഓം അപാനായ സ്വാഹ,
ഓം വ്യാനായ സ്വാഹ, ഓം ഉദാനായ സ്വാഹ, ഓം സമാനായ സ്വാഹ, ഓം ബ്രഹ്മണേ സ്വാഹ. അപ്പോൾ രാധാറാണി ആഹാരം കഴിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് രാധാറാണിക്ക് വെറ്റില കൊടുക്കണം. അപ്പോൾ കടയിൽ ചെന്ന് നല്ല വെറ്റില നോക്കി പാക്കും നോക്കി നിങ്ങൾ എടുക്കുക. അതിനുശേഷം നിങ്ങൾ ഈ മന്ത്രം പറയുക. അതിന് താമ്പൂലം എന്നാണ് നമ്മൾ പറയുന്നത്. വെറ്റിലയും മുറുക്കാനുള്ള വക എല്ലാം ഒപ്പിക്കുക. എന്നിട്ട് ഇങ്ങനെ പറയുക: താമ്പൂലം ച പരം രമ്യം കർപ്പൂരാദി സുവാസിതം മയാ നിവേദിതം ഭക്ത്യാഗ്രഹാണ പരമേശ്വരീ എന്ന് പറഞ്ഞതിന് ശേഷം ഈ താമ്പൂലം രാധാറാണിയുടെ തൃപ്പാദങ്ങളിലേക്ക് വയ്ക്കുക. താമ്പൂല സമർപ്പണം കഴിഞ്ഞു. ഇനി നമുക്ക് രാധാറാണിക്ക് സിന്ദൂരം കൊടുക്കണം. അപ്പം നിങ്ങൾ വാങ്ങിച്ചു വച്ചിരിക്കുന്ന സിന്ദൂരം കൈകളിൽ എടുക്കുക. ആ ഡെപ്പിയോടുകൂടി കൈകളിൽ എടുക്കുക. എടുത്തതിന് ശേഷം നിങ്ങൾ പറയുക: സിന്ദൂരം ശോഭനം രാധേയോഷിതാം സുപ്രിയാം സദാ മയാ നിവേദിതം ഭക്ത്യാ സിന്ദൂരം പ്രതിഗ്രഹ്യതാം. അങ്ങനെ നിങ്ങൾ ഈ മന്ത്രം ചൊല്ലണം. ആ മന്ത്രം ചൊല്ലിയതിന് ശേഷം ഈ കുങ്കുമം എന്ത് ചെയ്യണം? രാധാറാണിയുടെ പാദങ്ങളിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ ആ കുങ്കുമം ആ വിഗ്രഹം ഉണ്ടെങ്കിൽ രാധാറാണിയുടെ നെറ്റിയിൽ തൊടുകയോ ചെയ്യണം. അതിനുശേഷം ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ കൂപ്പ് കൈകളോടുകൂടി രണ്ട് കൈ, ആ കൈ കൂപ്പുന്നതിനൊരിതുണ്ട്, നെഞ്ചത്ത്. അല്ലാതെ ഇങ്ങനെ പിടിച്ചുകൊണ്ടല്ല ചെയ്യേണ്ടത്, നെഞ്ചത്ത് ഇങ്ങനെ ഇല്ല, താമരപ്പൂമൊട്ട് നിൽക്കുന്ന കണക്ക് ഇങ്ങനെ പിടിക്കണം. അങ്ങനെ പിടിച്ചിട്ട് ഞാൻ ഈ പറയുന്ന മന്ത്രം ചൊല്ലണം. സിന്ദൂര സമർപ്പണം കഴിഞ്ഞാൽ ഈ മന്ത്രം രാധാറാണിക്ക് അത്യാവശ്യമാണ്. ആ മന്ത്രം ഇതാണ്: ഓം ഇല്ലേലും കുഴപ്പമില്ല. ഓം രാധാ രാസേശ്വരി രമ്യ രാമാച പരമാഗ്ന രാസോത്ഭവ കൃഷ്ണകാന്ത കൃഷ്ണവക്ഷസ്ഥലസ്ഥിത കൃഷ്ണപ്രാണാദിദേവി ച മഹാവിഷ്ണു പ്രസൂരഭി സർവാദ്യ വിഷ്ണുമായ ച സത്യ നിത്യ സനാദിനി ബ്രഹ്മസ്വരൂപാം പരമാ നിർലിപ്ത നിർഗുണാ പരാ വൃന്ദാവനേ സാ ച വിരാജിത സ വിരജാ തടവാസിനി ഗോലോകവാസിനി ഗോപീശ ഗോപമാതൃക സാനന്ദ പരമാനന്ദ നന്ദന കാമിനി വൃഷഭാനുസുത ശാന്താകാന്ത പൂർണ്ണതമാച്ച സാ കാമ്യ കലാവതീ കന്യാതീർത്ഥ ഭൂത സതീശുഭ സപ്ത ത്രിശ്യച്ച നാമിനി വേദോക്താനി ശുഭാനി ച. ഈ മന്ത്രം ഹൃദയത്തിൽ തട്ടി രാധാറാണി നിങ്ങളുടെ ഹൃദയത്തിലിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിലിരിക്കുന്നു എന്ന മട്ടിൽ സങ്കല്പിച്ചിട്ട് കൈകൾ കൂപ്പിക്കൊണ്ട് ഈ മന്ത്രം ചൊല്ലണം. ഇനിയാണ് ആരതി. വളരെ പ്രധാനപ്പെട്ട ഭാഗത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഈ മന്ത്രങ്ങളൊന്നും ഞാൻ പറയുന്നത് കേട്ടിട്ട് അയ്യോ പിടികിട്ടുന്നില്ലല്ലോ എന്ന് വിഷമിക്കേണ്ട, ബാക്കിലുണ്ട്, പ്രത്യേകം വീഡിയോ ആയിട്ടുണ്ട്. ഇനിയാണ് ആരതി. അത് നിങ്ങളുടെ വീട്ടിൽ ആ മണി ഉണ്ടെങ്കിൽ വളരെ നല്ലത്. ആ മണി ഉണ്ടെങ്കിൽ മണി ഇങ്ങനെ കിലുക്കുക. ആരതി എഴുതിയത് ഇങ്ങനൊരു ബോർഡിലെങ്ങാണ് എഴുതി ഒട്ടിച്ചവിടെ ചാരി വെച്ചാലും മതി ആരതിയുടെ മന്ത്രം. അല്ലാന്നുണ്ടെങ്കിൽ ആ മണിയുടെ അടുത്ത് തന്നെ ഈ പേപ്പറും കൂടെ പിടിച്ചിട്ട് ഇങ്ങനെ കിലുക്കിക്കൊണ്ട് നിങ്ങൾ കർപ്പൂരം ഒഴിയുകയാണ്. ആരതി, ഇപ്പം ദേവിക്ക് ആരതി ഒഴിയാൻ പോവുകയാണ്. കർപ്പൂരം കത്തിച്ചിട്ടിട്ട് ആരതി ഒഴിയണം. ആ മന്ത്രം ചൊല്ലിക്കൊണ്ടിരിക്കുമ്പം ഇങ്ങനെ ഒഴിയണം. ഇപ്പം ആദ്യം ഓം രാധായേ സ്വാഹ എന്ന് പറഞ്ഞാൽ ഓം രാധായേ സ്വാഹ എന്ന് പറയുമ്പോൾ രാധാറാണിയുടെ പാദത്തിൽ നിന്ന് തുടങ്ങി ശിരസിൻ്റെ അടുത്തൂടെ വന്ന് കറങ്ങി വീണ്ടും പാദത്തിൽ വന്ന് നിൽക്കണം. ഈ മന്ത്രം പറയുമ്പോൾ മനസ്സിലായില്ലേ? ഓം രാധായേ സ്വാഹ. അപ്പോൾ പാദത്തിൽ നിന്ന് തുടങ്ങി ശിരസിലൂടെ വന്ന് വീണ്ടും പാദത്തിൽ നിൽക്കണം കേട്ടോ. ഓം രാധായേ സ്വാഹ. ഓം ഹ്രീം ശ്രീം രാധായേ സ്വാഹ. അപ്പോൾ ആദ്യത്തെ മന്ത്രം പറയുമ്പോൾ പാദത്തിൽ തുടങ്ങി ശിരസിലൂടെ വന്ന് വലതുവശത്തൂടെ കറങ്ങി പാദത്തിൽ അവസാനിച്ചു. രണ്ടാമത്തെ മന്ത്രം തുടങ്ങുമ്പോൾ വീണ്ടും ഇങ്ങനെ. അങ്ങനെയാണ് ആരതി ഒഴിയേണ്ടത്. അടുക്കിനൊന്നും കൂടെ പറയാം. ഓം
രാധായൈ സ്വാഹ. ഓം ഹ്രീം ശ്രീം രാധായൈ സ്വാഹ. ഓം രാം രാധായൈ സ്വാഹ. ഓം രാം രാസേശ്വര്യേ നമഃ. ഓം രാം രാസവിലാസിന്യൈ സ്വാഹ. ഓം വൃന്ദാവന വിലാസിന്യൈ സ്വാഹ. ഓം കൃഷ്ണപ്രാണാധികായൈ സ്വാഹ. ഈ മന്ത്രമാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ ആരതി ഒഴിയുമ്പം ചൊല്ലേണ്ടത്. അപ്പോൾ നമ്മൾ ആരതി ഒഴിഞ്ഞു കഴിഞ്ഞു. ആ ആരതി ഒഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ അംഗങ്ങളും വന്ന് ആ ആരതി തൊട്ട് തൊഴണം. സകല ആൾക്കാരും അത് തൊട്ട് അങ്ങനെ കണ്ണിൽ വെക്കണം. ഇത് പൂജയുടെ പ്രധാനപ്പെട്ട ഒരിതാണ്. അമ്പലത്തിൽ പൂജാരി ദൈവത്തിന് ഒഴിഞ്ഞിട്ട് ദീപം കൊണ്ടുവരുമ്പോൾ നമ്മൾ തൊട്ട് തൊഴുവല്ലോ, അതുപോലെ നമ്മൾ തൊട്ട് തൊഴണം. അപ്പോൾ ആരതി കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ 2 കൈകളിലുമായിട്ട് കുറച്ച് വെള്ള പുഷ്പങ്ങൾ എടുക്കുക. അതല്ലെങ്കിൽ ഒരു കയ്യിലെടുക്കുക. കാരണം ഒരു കൈ നിങ്ങൾക്ക് മന്ത്രം എഴുതി നോക്കണ്ടേ. അപ്പം ഈ വെള്ള പുഷ്പം കൈകളിലെടുത്തിട്ട് നിങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചിട്ട് ഈ പറയുന്ന മന്ത്രം ചൊല്ലണം. രാധാ രാസേശ്വരി രാസവാസിനി രസികേശ്വരി കൃഷ്ണപ്രാണാധിക കൃഷ്ണപ്രിയാച കൃഷ്ണരൂപിണി കൃഷ്ണവാമാങ്ക സംഭൂത പരമാനന്ദ സ്വരൂപിണി കൃഷ്ണ വൃന്ദാവനി വൃന്ദാവന വിനോദിനി ചന്ദ്രാവതി ചന്ദ്രകാന്ത ശരചന്ദ്ര നിഭാനന. ആ മന്ത്രം നമ്മൾ ചൊല്ലിക്കഴിയുമ്പോൾ ഈ വെളുത്ത പുഷ്പങ്ങൾ രാധാറാണിയുടെ പാദങ്ങളിലേക്ക് ഇട്ടു കൊടുക്കണം. അങ്ങനെയാണ് നമ്മൾ ദീപം ഒഴിഞ്ഞു കഴിഞ്ഞാൽ പൂക്കൾ വീണ്ടും സമർപ്പിക്കണം. അപ്പോൾ അല്പം വെളുത്ത പൂക്കൾ നമുക്ക് ആവശ്യമുണ്ട്. അതിനുശേഷം നിങ്ങൾ കണ്ണും പൂട്ടിക്കൊണ്ട് അല്ലെങ്കിൽ കൈകൾ രണ്ടും കൂപ്പിക്കൊണ്ട് ദേവിയെ പ്രീതിപ്പെടുത്തണം. ദേവിയെ പ്രീതിപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ പറയണം. നിങ്ങൾ ഇത് എഴുതിയെടുത്താൽ മതി. എഴുതിയെടുത്തത് മന്ത്രമല്ല, എഴുതിയെടുത്തിട്ട് പറയണം. കൃഷ്ണൻ സമീപത്തെത്തി ആലിംഗനം ചെയ്യുന്നതിനാൽ രാധ എന്ന നാമം ലഭിച്ച രാധാറാണിക്ക് കോടി കോടി നമസ്കാരം. ഇത് നമ്മൾ പറയുമ്പോൾ ഇച്ചിരി സ്പീഡ്. എങ്ങനെ? കൃഷ്ണൻ സമീപത്തെത്തി ആലിംഗനം ചെയ്യുന്നതിനാൽ രാധ എന്ന നാമം ജപിച്ച എൻ്റെ അമ്മ രാധാറാണിക്ക് കോടി കോടി നമസ്കാരം. അങ്ങനെ ഹൃദയത്തിൽ തട്ടി പറയണം. ഞാൻ നിങ്ങൾക്ക് എഴുതിയെടുക്കാൻ വേണ്ടി പറയുക. എന്നിട്ട് പറയണം, രാസേശ്വരൻ്റെ പത്നിയായി രാസേശ്വരി എന്ന നാമം ലഭിച്ച രാധാറാണിക്ക് കോടി കോടി നമസ്കാരം. പിന്നെ അവിടെ എൻ്റെ അമ്മ എന്നൊക്കെയാണ് ഇടാം നിങ്ങൾക്ക്. ഇപ്പം നമ്മൾ പറയുന്നത് ഇങ്ങനെ, രാസേശ്വരൻ്റെ പത്നിയായി രാസേശ്വരി എന്ന നാമം ലഭിച്ച എൻ്റെ പൊന്ന് രാധാറാണി അമ്മയ്ക്ക് കോടി കോടി നമസ്കാരം. എന്നിട്ട് പറയണം, രസത്തിൽ വസിക്കുന്നതിനാൽ രാസവാസിനി എന്ന നാമം ലഭിച്ച രാധാറാണി അമ്മയ്ക്ക് കോടി കോടി നമസ്കാരം. രസത്തിൽ വസിക്കുന്നതിനാൽ രാസവാസിനി എന്ന നാമം ലഭിച്ച. അടുത്തത്, രസികമാരായ ദേവിമാരുടെ എല്ലാം ഈശ്വരി ആയതിനാൽ രസികേശ്വരി എന്ന നാമം ലഭിച്ച അമ്മയ്ക്ക് കോടി കോടി നമസ്കാരം. ഒന്നുകൂടെ പറയണം. രസികമാരായ ദേവിമാരുടെ എല്ലാം ഈശ്വരിയായതിനാൽ രസികേശ്വരി എന്ന നാമം ലഭിച്ച രാധാറാണി അമ്മയ്ക്ക് കോടി കോടി നമസ്കാരം. ഇനി പറയണം, കൃഷ്ണന് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവളായതുകൊണ്ട് കൃഷ്ണപ്രാണാധിക എന്ന നാമം ലഭിച്ച എൻ്റെ രാധാറാണി അമ്മയ്ക്ക് കോടി കോടി നമസ്കാരം. കൃഷ്ണന് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവളായതുകൊണ്ട് കൃഷ്ണപ്രാണാധിക എന്ന നാമം ലഭിച്ച എൻ്റെ പൊന്ന് രാധാറാണി അമ്മയ്ക്ക് കോടി കോടി നമസ്കാരം. അത് കഴിഞ്ഞാൽ കൃഷ്ണന് പ്രിയപ്പെട്ടവളായതിനാൽ കൃഷ്ണപ്രിയ എന്ന നാമം ലഭിച്ച
എൻ്റെ രാധാറാണി അമ്മയ്ക്ക് കോടി കോടി നമസ്കാരം. കൃഷ്ണരൂപമുണ്ടാക്കാൻ കഴിവുള്ളവളായതിനാൽ കൃഷ്ണസ്വരൂപിണി എന്ന നാമം ലഭിച്ച എൻ്റെ രാധാറാണി അമ്മയ്ക്ക് കോടി കോടി നമസ്കാരം. കൃഷ്ണ രൂപം ഉണ്ടാക്കാൻ കഴിവുള്ളവളായതിനാൽ കൃഷ്ണ സ്വരൂപിണി എന്ന നാമം ലഭിച്ച എൻ്റെ രാധാറാണി അമ്മയ്ക്ക് കോടി കോടി നമസ്കാരം. ഇനി മോക്ഷം നൽകാൻ കഴിവുള്ള ഒരേ ഒരു ദേവതയായതിനാൽ കൃഷ്ണ എന്ന നാമം ലഭിച്ച എൻ്റെ രാധാറാണി അമ്മയ്ക്ക് കോടി കോടി നമസ്കാരം. ഒന്നും കൂടെ പറയാം. മോക്ഷം നൽകാൻ കഴിവുള്ള ഒരേ ഒരു ദേവതയായതിനാൽ കൃഷ്ണ എന്ന നാമം ലഭിച്ച എൻ്റെ രാധാറാണി അമ്മയ്ക്ക് കോടി കോടി നമസ്കാരം എന്ന് പറഞ്ഞ് കണ്ണും പൂട്ടി നിന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നിങ്ങൾക്ക് എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് അത് രാധാജിയോട് പറയുക. നിങ്ങൾക്ക് എന്താ വേണ്ടുന്നത് അത് രാധാജിയോട് നിങ്ങൾ പറയുക. രാധാജി, എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെയാണെന്ന് പറയുക. ഒന്നും പറയാത്തവർക്ക് മോക്ഷം ഉറപ്പ്. അവർ ഗോലോകത്തേക്ക് പോകും. യാതൊരു ആവശ്യവും നിങ്ങൾ പറയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മോക്ഷം ഉറപ്പ്. അതല്ല, ആവശ്യങ്ങൾ പറയുന്നെങ്കിൽ ആ ആവശ്യങ്ങൾ മുഴുവനും നടത്തിത്തരും. ഇനി ശ്രദ്ധിക്കേണ്ടത്, 12 മണി വരെ ദീപം അണയാതെ ഇടയ്ക്കിടയ്ക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് 2 തിരിയോ 5 തിരിയോ അങ്ങനെ എത്ര വേണമെങ്കിലും കത്തിക്കാം. തിരിയുടെ എണ്ണ ഒന്നും ഒരു പ്രശ്നമല്ല. 2 തിരിയിട്ട് കത്തിക്കാം, 5 തിരിയിട്ട് കത്തിക്കാം. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് മുറ്റത്ത് തുളസി ഉണ്ടെങ്കിൽ ആ തുളസിക്ക് കൊണ്ടുവന്ന് വെള്ളമൊഴിക്കണം. വെള്ളമൊഴിച്ച് തുളസി ദേവിയുടെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കണം. അതിനുശേഷം മാത്രമേ അടുപ്പ് പറ്റിക്കാവൂ എന്ന കാര്യം മറക്കരുത്. ബാക്കിയെല്ലാം നിങ്ങൾ റെഡിയാക്കി വെച്ചേക്കണം. രാധാറാണിക്ക് കൊടുക്കേണ്ട മധുരപലഹാരങ്ങളും അതെല്ലാം നിങ്ങൾ റെഡിയാക്കി വെച്ചേക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് രാവിലെ റെഡിയാക്കാൻ പറ്റുമെങ്കിൽ കുളിച്ച് റെഡിയായി വന്ന് അതെല്ലാം നൈവേദ്യം കൂടെ റെഡിയാക്കിയതിന് ശേഷം രാധാജിയുടെ അടുത്ത് ചെന്ന് വിളക്ക് കത്തിക്കുക. ഏതായാലും മതി. നമ്മളൊക്കെ ചെയ്യുന്നത് തലേന്നെ എല്ലാം റെഡിയാക്കി ഇങ്ങനെ വെച്ചേക്കും. തലേന്നെല്ലാം റെഡിയാക്കി വെച്ചിട്ട് അതെല്ലാം ഇത്തരത്തിലുള്ള ഐറ്റംസ്, മധുരങ്ങളായ ഐറ്റംസ്, നമ്മൾ കോക്കനട്ട് ബർഫി വരെ വാങ്ങിച്ചു വെക്കും. കോക്കനട്ട് ബർഫി അത്തരം സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെക്കും. മൈസൂർ പാക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു വെക്കും. അതിനുശേഷം നിങ്ങൾ അടുക്കളയിൽ കയറുക. അടുക്കളയിൽ കയറിയിട്ട് രാധാറാണിക്ക് പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രാധാറാണിക്ക് വെക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് സദ്യ ഒരുക്കാം. സദ്യ, അപ്പോൾ ഇനി ഒരു കാര്യം ശ്രദ്ധിക്കുക. ആ സദ്യ ഒരുക്കുന്ന ഒക്കെ സമയത്ത് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം, രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. ഇങ്ങനെ മനസ്സിൽ പറഞ്ഞുകൊണ്ട് സദ്യ ഒരുക്കിയാൽ ഇരട്ടി ഗുണം. മലക്കറി അരിയുമ്പോഴും ഒക്കെ നൃത്തം ചവിട്ടാൻ പറ്റുമ്പോഴൊക്കെ അങ്ങനെ, ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. പാചകം ചെയ്യുന്ന സമയത്ത് ഉപ്പൊക്കെ ഇടുമ്പോൾ ഞാൻ ഇങ്ങനെ ഇടുന്നത്, രാധേ രാധേ ഓ രാധേ രാധേ. വെളിച്ചെണ്ണ പിടിക്കുന്നത് ഇങ്ങനെയാണ്, രാധേ രാധേ ഓ രാധേ രാധേ. അങ്ങനെയൊക്കെ ചെയ്താൽ അതങ്ങ് ഇൻട്രസ്റ്റിംഗ് ആകും. പാത്രം കഴുകുമ്പോഴോ പാത്രം കഴുകുന്ന മടുപ്പ് അന്നേരം വരത്തില്ല. പാത്രം എങ്ങനെ കഴുകുമ്പോഴും രാധേ രാധേ ഓ രാധേ രാധേ, രാധേ രാധേ ഓ രാധേ രാധേ. സാധാരണ പാത്രം കഴുകുക ഒരു ബോറടി പരിപാടിയാണ്. ഇതൊന്നും വരത്തില്ല. അങ്ങനെ 12 മണി നിങ്ങളുടെ ജോലി ഒതുങ്ങിക്കഴിഞ്ഞാൽ, സദ്യയൊക്കെ വെച്ച് കഴിഞ്ഞാൽ വീണ്ടും നിങ്ങൾ രാധാറാണിയുടെ പടത്തിൻ്റെ അവിടെ വന്നിരുന്ന് ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ, ഓം രാധായേ സ്വാഹ ഈ മന്ത്രം ജപിച്ചുകൊണ്ടിരിക്കുക. പിന്നെ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പം ഞാൻ ഇതിനകത്തൊരു രാധാ കവചം കൊടുത്തിട്ടുണ്ട്. ആ കവചം നിർബന്ധമായും ചൊല്ലണം. ഒന്നുകിൽ ഞാനത് പറയാൻ വിട്ടുപോയതാണ്, പൂജ കഴിയുമല്ലോ, പൂജയെല്ലാം കഴിഞ്ഞ് ദേവിക്ക് ആഹാരവും കൊടുത്തു കഴിഞ്ഞിട്ട് രാധാ കവചവും കൂടെ ചൊല്ലിയിട്ട് അവിടെ നിന്ന് ഇറങ്ങിയാൽ മതി, പ്രശ്നമില്ല. അതിനുശേഷം സദ്യ ഒരുക്കിയാൽ മതി. അതിനാണ് നമ്മൾ ഈ 4 മണിക്ക് എഴുന്നേക്കണേന്ന് പറയുന്നത്. അപ്പോൾ രാധാ കവചം ഇതിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സാധാരണ വായിക്കുന്ന രാധാ കവചം അല്ല, ഇത് വേറെയാണ്. പിന്നെ എന്തെങ്കിലും സംശയമുള്ളവർ എന്നെ ഫോണിൽ വിളിച്ചാൽ മതി, 9645333999. നിങ്ങൾക്ക് ഏതെങ്കിലും മന്ത്രങ്ങൾ വ്യക്തമാകുന്നില്ല, കിട്ടുന്നില്ല എങ്കിൽ എന്നെ വിളിച്ചാൽ നിങ്ങളുടെ വാട്സപ്പിനകത്ത് ആ മന്ത്രം നിശ്ചയമായും ഞാൻ അയച്ചു തരുന്നതായിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി, ഞാനത് അയച്ചു തരാം. കാരണം അത്ര നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ആഗ്രഹത്തിൽ നിങ്ങൾ വരുന്നതല്ലേ. എല്ലാ വിധത്തിലും
രാധാഷ്ടമിക്ക് നിങ്ങളെ സഹായിക്കാൻ ഞാൻ തയ്യാറാണ്. ഈ വീഡിയോയിലെ ഏതെങ്കിലും മന്ത്രങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാകുന്നില്ല അല്ലെങ്കിൽ എന്താണ്, നിങ്ങൾ എന്നെ വിളിച്ചാൽ മതി. വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പറഞ്ഞു തരും. ഇതെല്ലാം വ്യക്തമാകും. പിന്നെ രാധാ കവചം മാത്രമേ ഉള്ളൂ, ഒത്തിരി ഉള്ളത് കൊണ്ട് ബാക്കിയൊക്കെ നിങ്ങൾക്കത് പോസ് ചെയ്ത് എഴുതാം. അങ്ങനെ നമ്മൾ 12 മണി ആവുക, കൃത്യം 12 എന്നടിക്കണം. 12 എന്നടിക്കുന്ന സമയത്ത് നിങ്ങൾ രാധാറാണിയുടെ പൂജാമുറി രാധാറാണിയുടെ അടുത്ത് വരിക. വന്നതിന് ശേഷം നിങ്ങളും കുടുംബാംഗങ്ങളും കൂടെ നൃത്തം ചവിട്ടിയാൽ അതിമനോഹരം. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ. ഇങ്ങനെ 3 വട്ടം പാടുക. ആ 3 വട്ടം പാടിയതിന് ശേഷം നിങ്ങൾ ഇങ്ങനെ പറയുക, രാധാറാണിക്ക് കീ ജയ് വിളിക്കുന്ന ഇഷ്ടമാണ്. ബർസാനെ വാലി രാധാറാണി കീ ജയ്, എൻ്റെ മാതാവ് രാധാറാണി കീ ജയ്. ഇങ്ങനെ ഞാൻ പറയത്തില്ലേ, നിങ്ങൾ എൻ്റെ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആയി കണ്ടോ. എനിക്ക് സർവ്വ ഐശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. എന്നെ സർവ്വ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. നിങ്ങൾ പറയുമ്പം എനിക്കും എൻ്റെ കുടുംബത്തിനും ഒന്നും കൂടെ ചേർത്ത് പറഞ്ഞാൽ നന്നായിരിക്കും. എനിക്കും എൻ്റെ കുടുംബത്തിനും രോഗങ്ങൾ വരാതെ കാത്തുരക്ഷിക്കുന്ന രാധാറാണി അമ്മ കീ ജയ്. നിങ്ങൾ അങ്ങനെ പറയണം. എനിക്കും എൻ്റെ കുടുംബത്തിനും യാതൊരു ആപത്തും വരാതെ കാത്തുരക്ഷിക്കുന്ന എൻ്റെ പൊന്ന് രാധാറാണി അമ്മ കീ ജയ്. ഇങ്ങനെ പറയുക. അങ്ങനെ പറഞ്ഞതിന് ശേഷം നിങ്ങൾ 9 തവണ ഓം രാധായേ സ്വാഹ എന്ന് ജപിക്കുക. അതിനുശേഷം നേരത്തെ തീർത്ഥം ഉണ്ടല്ലോ, അത് തളിച്ച് ഈ നൈവേദ്യത്തിലേക്ക് അത് തളിക്കുക. എന്നിട്ട് ഒരു കമ്പോ വെച്ചോ നീക്കി നിങ്ങൾക്ക് വേണമെങ്കിൽ വിളക്കണയ്ക്കാം. നമ്മളൊക്കെ അന്നത്തെ ദിവസം മുഴുവനും എണ്ണ ഒഴിച്ച് അത് കത്തിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ 12 എന്നടിക്കുമ്പോൾ വ്രതം തീർന്നു. അതിനുശേഷം പോയി നിങ്ങൾ മൃഷ്ടാന്നം കഴിക്കുക. കാരണം നിങ്ങൾ കഴിച്ചിട്ടേ രാധാജിക്ക് കഴിക്കാൻ പറ്റൂ എന്നാലോചിക്കുക. 12 എന്നടിക്കുമ്പോൾ നിങ്ങൾ വ്രതം തീർന്നു കഴിഞ്ഞു. ആ വെള്ളം ജലം ഞാൻ പറഞ്ഞല്ലോ, ആ ജലം കുടിച്ചു കഴിയുമ്പോൾ വ്രതം തീർന്നു. അതിനുശേഷം പോകാം. അപ്പോൾ ഇത് അവസാനിച്ചു. പിന്നെ ബാക്കി മന്ത്രങ്ങളൊക്കെ ഞാൻ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് നോക്കി എഴുതുക. രാധാ കവചത്തിൽ എന്തെങ്കിലും അവ്യക്തത വന്നാൽ എന്നെ വിളിച്ചു തന്നാൽ ഞാനത് അയച്ചു തരാം. അപ്പോൾ നിങ്ങളെല്ലാവരും രാധാറാണിയുടെ ജന്മദിനം. പിന്നെ ഒരു കാര്യം ഞാൻ മറന്നുപോയി. നിങ്ങൾ ആദ്യമേ ചെന്ന് കണ്ണ് തുറന്നതിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ, കണ്ണ് പൊത്തി കണി കാണാൻ ചെല്ലുമ്പം നിങ്ങൾ പറയണം രാധാറാണിക്ക് എൻ്റെ ജന്മദിനാശംസകൾ. അത് പറയാൻ മറന്നു പോകരുത്. കണ്ടോ, ഞാനിങ്ങനെ പ്രിപ്പയർ ചെയ്യാത്തതുകൊണ്ട് പറയുമ്പോൾ ചിലപ്പോൾ ലാസ്റ്റായിരിക്കും ആലോചിക്കുന്നത്. അപ്പോൾ അത് ആദ്യമേ പറയണം കേട്ടോ, ജന്മദിന. എന്നിട്ട് അന്ന് വൈകുന്നേരം രാധാജിയുടെ ക്ഷേത്രം ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രത്തിൽ പോവുക. അപ്പോൾ നിങ്ങൾക്ക് വ്രതമെടുക്കുക. ഞാൻ പറഞ്ഞത് ഓർമ്മ വെക്കുക. നിങ്ങൾ എന്ത് വിചാരിച്ചാലും നടന്നിരിക്കും. ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മുട്ടയടിച്ച് മീശ എടുത്തിട്ട് ഇതിനകത്ത് വന്ന് 1001 തവണ ഏത്ത വിടുവെന്ന്. വിട്ടിരിക്കും. അങ്ങനെ സംശയമൊന്നും വേണ്ട. എൻ്റെ രാധാജിയാണ്. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രാം രാസേശ്വരി രാധികായേ സ്വാഹ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ, കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ.
രാധാ 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 മറന്നിട്ടും മറക്കാത്ത രാധാ